സീറ്റ് വിഭജന ചർച്ചകളൊക്കെ അതിൻ്റെ അന്തിമഘട്ടത്തിലാണ്. ഞങ്ങൾ മനഃപൂർവ്വം വൈകിപ്പിച്ചാണ്. കാരണം ഇലക്ഷൻ വീണ്ടും വൈകും. ഇപ്പോൾ 14-ാം തീയതി വരെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബംഗാളിൽ വരെ പരിപാടി കൊടുത്തേക്കുക. അത് കഴിയാതെ നടക്കില്ലല്ലോ. അത് കഴിയാതെ ഇലക്ഷൻ കമ്മീഷൻ പ്രഖ്യാപിക്കില്ലല്ലോ. അപ്പം നമ്മൾ നേരത്തെ പ്രഖ്യാപിക്കേണ്ടല്ലോ എന്ന് വൈകിയതാണ്. ഞങ്ങളിപ്പോൾ സീറ്റ് വിഭജന ചർച്ചകൾ നാളെയും മറ്റന്നാളൊക്കെ ആയിട്ട് പൂർത്തി. ചർച്ച നടക്കാൻ പോകുന്നേ ഉള്ളൂ. നാളെ PJ ഒരു റൗണ്ട് ചർച്ച നടന്നു. ജോസഫ് സാർ ഇപ്പോൾ രാത്രി എത്തുള്ളൂ. ഈ ചർച്ചയ്ക്ക് വേണ്ടിയിട്ട് നാളെ രാവിലെയാണ് രണ്ടാമത്തെ ചർച്ച. അല്ല, അത് ചർച്ച ചെയ്യുമ്പോഴല്ലേ അത് പറയാൻ പറ്റുള്ളൂ. ഞങ്ങൾ ഇരുന്നിട്ടില്ലല്ലോ. രണ്ടാമത്തെ റൗണ്ട് ഇരുന്നിട്ടില്ല. ഇരിക്കുമ്പോഴല്ലേ പറയാൻ പറ്റുള്ളൂ. സാറ് വന്നേ ഉള്ളൂ. അതിനു മുമ്പ് നമ്മൾ തർക്കം പറയാൻ പോകണ്ട. അല്ല, അത് വരട്ടെ. നമ്മൾ ആദ്യം നിങ്ങളെ അറിയിക്കുള്ളൂ. സീറ്റൊക്കെ തീരുമാനിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേറെ ആരോടും പറയില്ല. ആദ്യം നിങ്ങളെ വിളിച്ച് പറയാം. അത് എന്തുകൊണ്ടാണ് ഇത് ഇത്രയും നാൾ പൂഴ്ത്തി വെച്ചത് എന്നും കൂടി പറയണം. അല്ല, എന്തുകൊണ്ടാണ് പൂഴ്ത്തി വെച്ചതെന്നും കൂടി പറയണം. ഇപ്പം ഇവർ ജീവനക്കാർക്ക് കൊടുക്കാനുള്ളതും പെൻഷൻകാർക്ക് കൊടുക്കാനുള്ളതും DAയും DR പ്രഖ്യാപിച്ചു അല്ലേ? എന്നാ പ്രഖ്യാപിച്ചത്? ഇലക്ഷൻ്റെ പ്രഖ്യാപിക്കുന്നതിൻ്റെ തലയാഴ്ചയിൽ. എന്ന് മുതലാണ് കൊടുക്കാൻ പോണത്? അടുത്ത സാമ്പത്തിക വർഷം മുതൽ. ഇപ്പം ഇവർ കൊടുക്കണ്ട. മനസ്സിലായിക്കൊള്ളാം. ഇവർ കൊടുക്കണ്ട. അതിൻ്റെ സാമ്പത്തിക ബാധ്യത അടുത്ത സർക്കാരിൻ്റെ അറിയില്ല. ഉത്തരവ് മാത്രമാണ് ഇവർ ഇറക്കിയേക്കണം. ഇവർ ആളുകളെ പറ്റിക്കുകയാണ്. ഇത്രയും മാസങ്ങളുണ്ടായിട്ട് അവർക്ക് ആ DA കുടിശ്ശികയും DR കുടിശ്ശികയും കൊടുക്കാൻ പറ്റാതെ പോണ പോക്കിൽ ഇനി ഒരാഴ്ച ഇവർ കൊടുക്കണ്ടല്ലോ. അടുത്ത സാമ്പത്തിക വർഷം മുതൽ കൊടുക്കുമെന്നും പറഞ്ഞ് പ്രഖ്യാപനം നടത്തുക. അടുത്ത സാമ്പത്തിക വർഷം പുതിയ ഗവൺമെൻറ് വരുമ്പോഴാണ് കൊടുക്കേണ്ടത്. അതുപോലെയാണിത്. ഈ ബെഞ്ചമിൻ കോശി കമ്മീഷൻ റിപ്പോർട്ട് കൊടുത്തിട്ട് എത്ര വർഷമായി? അതെന്തുകൊണ്ടാണ് ഇത്രയും നാൾ പൂഴ്ത്തി വെച്ചത്? എന്തുകൊണ്ടാണത് പബ്ലിഷ് ചെയ്യായിരുന്നത്? തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച് പോകുന്ന സമയത്താണോ ബെഞ്ചമിൻ കോശി കമ്മീഷൻ റിപ്പോർട്ട് പ്രഖ്യാപിക്കുകയും അതിൻ്റെ നടപടികൾ ശുപാർശകൾ നടപ്പിലാക്കുകയും വേണ്ടേ? 222 ശുപാർശ നടപ്പാക്കിയെന്ന് പറഞ്ഞാൽ ആരും റിപ്പോർട്ട് പോലും കണ്ടിട്ടില്ല. ഇപ്പോഴാണ് അല്ലേ? അപ്പോൾ വെറും പച്ചക്കള്ളവും തട്ടിപ്പുമാണ് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആളുകളെ കബളിപ്പിക്കുകയാണ്. നിങ്ങൾ റിപ്പോർട്ട് നടപ്പാക്കാൻ പോകണേ റിപ്പോർട്ട് എന്തിനാണ് പൂത്തി വയ്ക്കുന്നത്? റിപ്പോർട്ട് പുറത്ത് പബ്ലിഷ് ചെയ്തിട്ട് ഇതിലെ ഇന്ന കാര്യങ്ങൾ ഞങ്ങൾ നടത്തുമെന്ന് പറഞ്ഞ് ഗവൺമെൻറ് ഉത്തരവിറക്കണ്ടേ? അപ്പോൾ കബളിപ്പിക്കുകയാണ്, ജനങ്ങളെ കബളിപ്പിക്കുകയാണ് പോണ പോക്കിൽ. എല്ലാം ശരിയാക്കിയെന്നാണ് പറയുന്നത്. എല്ലാം ശരിയാക്കി ഒരു പരുവത്തിലാക്കിയിട്ടാണ് എന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ.